നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളை, കൊച്ചിയിൽ നിന്ന്. ഇഗ്നോൻ്റെ ഹിസ്റ്ററിൻ്റെ പേപ്പർ ഇന്ന് 3 ചൈനാസ് ഹിസ്റ്ററിയുടെ 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററുമായിരിക്കും പരാമർശിക്കുക. അതിനു മുമ്പ് എല്ലാ പഠിതാക്കൾക്കും, എല്ലാ സ്കോളേഴ്സിനും എൻ്റെ നവരാത്രി ഗ്രീറ്റിംഗ്സും ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ ചൈനീസ് ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു അൺഈക്വൽ ആയിട്ടുള്ള സന്ധികൾ, വെസ്റ്റേൺ അതായത് പാശ്ചാത്യ രാജ്യങ്ങളും ജപ്പാനും ചൈനയും തമ്മിലുള്ള പല വിധത്തിലെ സന്ധികൾ സൈൻ ചെയ്തിട്ടുണ്ട് 19ാം നൂറ്റാണ്ടിൽ. അതിനെപ്പറ്റി പരാമർശിക്കും. അതുകൂടാണ്ട് നമ്മളുടെ ഓരോ വിധത്തിലെ ചൈനയിൽ ഉണ്ടായിട്ടുള്ള എക്സ്പാൻഷൻ അല്ലെങ്കിൽ വിസ്തീർണം, അവരുടെ ഡൈനാസ്റ്റികൾ, മാറി മാറി വരുന്ന ഡൈനാസ്റ്റികളെ പറ്റിയും പരാമർശിക്കും. ഈ 3 കാര്യങ്ങളായിരിക്കും ഈ ആദ്യത്തെ 3ാമത്തെ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പരാമർശിച്ചു വരുന്നത്. പിന്നെ അതിനു വേണ്ടി അവിടെ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ചൈനയും ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്, നമ്മൾ 1842 ട്രീറ്റി ഓഫ് നാൻകിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സന്ധി ഒപ്പിടുന്നുണ്ട്. ആ ചൈനയുടെ വെസ്റ്റേൺ പവേഴ്സും അല്ലെങ്കിൽ ജപ്പാനുമായിട്ട് സന്ധി ഒപ്പിടുന്നു. ഈ സന്ധിയിൽ കൂടെ ഇവരുടെ മിലിറ്ററി പവേഴ്സിന്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷതം, അതിന്റെ മെയിൻ അതാണ് മെയിൻ കാരണമായിട്ട് ചൈന എങ്ങനെ മുറിഞ്ഞു പോകാനുള്ള വിധത്തിൽ, അല്ലെങ്കിൽ ഈ ചൈനയ്ക്ക് ഒരു ക്ഷതം തട്ടിയത് അതുകൊണ്ടാണ്. അപ്പൊ ചൈനയുടെ ഈ ട്രീറ്റീസ് നമ്മുടെ ഇന്ത്യയുടെ മാതിരിയുള്ള ട്രീറ്റീസ് ഒന്നുമല്ല. ഇന്ത്യ മാതിരി ഫുള്ളായിട്ട് കോളനി ആയിട്ടല്ല വന്നിട്ടുള്ളത്. പലരും അവിടെ ഈ സന്ധി മുഖാന്തരം പല വിധത്തിലെ കൺസെഷൻസ് അല്ലെങ്കിൽ ട്രേഡ് ബിസിനസ് ചെയ്യാനും എക്സ്പാൻഷൻ ചെയ്യാനുള്ള സമ്മതം ചൈനയിൽ നിന്ന് കിട്ടുന്നു, ചൈനയിലത്തെ ഭരണാധികാരികളിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ കുറച്ചായിട്ട് പലരും, ഒരു രാജ്യം മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ സന്ധിയിൽ കൂടെ അവർക്ക് വേണ്ടപ്പെട്ടത് അവർ എടുക്കുന്നതാണ് നമ്മൾ ഈ അൺഈക്വൽ ട്രീറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിനും സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരതയില്ല. അതിന്റെ ബേസിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ബ്രിട്ടീഷ് ഭരണമാണ് കൂടുതലായിട്ട് പവർഫുൾ ആയിട്ട് നിന്നിരുന്നത്. ചൈനയിൽ അങ്ങനെയല്ല വന്നത്. എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ജപ്പാനും അവർക്ക് വേണ്ടപ്പെട്ടത് അവര് സന്ധി മുഖാന്തരം എഴുതി അല്ലെങ്കിൽ ഒപ്പിട്ട് മേടിച്ച് അവർ നടത്തിക്കൊണ്ട്, അപ്പൊ ചൈനയെ കുറച്ചായിട്ട് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് പറയുന്നത് 1860 മുതൽ 1870 വരെ ഒരു ഒരുമിച്ചുള്ള കോഓപ്പറേഷനും ഉണ്ടാവും. ആ സമയത്തുള്ള ഭരണാധികാരികള് ക്വിങ് ഡൈനാസ്റ്റി എന്നാണ് പറയുക. അപ്പൊ അവരുടെ ഡൈനാസ്റ്റിയുടെ കാര്യം, അതായത് 2ാമത്തെ ഓപ്പിയം വാർ കഴിഞ്ഞ ശേഷം ഈ ഡൈനാസ്റ്റി, ക്വിങ് ഡൈനാസ്റ്റിക്ക് ഭയങ്കരമായ ഒരു സംഭവങ്ങളാണ്. അവർ അടിച്ചമർത്തപ്പെട്ടാണ്. ഈ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ ആധിപത്യം കുറഞ്ഞു വരികയും ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ ചൂഷണം ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ അതിനായിട്ട് വരുന്നത് നമ്മള് ട്രീറ്റി ഓഫ് ടൈൻസ്റ്റൈൻ എന്ന് പറയും. അവർക്ക്, അതായത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഏത് സൗകര്യമായിട്ട് വരുന്നോ അങ്ങനത്തെ ഉള്ള ട്രീറ്റികൾ അവർ എഴുതി ഉണ്ടാക്കി ചൈനയിലത്തെ രാജാക്കന്മാരുടെ ഒപ്പുമേടിക്കുകയും അവരെ കൊണ്ട് അവർക്കുള്ള മെയിനായിട്ട് ഇത് ബിസിനസ് ചെയ്യാനുള്ള ട്രീറ്റികളാണ്, അല്ലെങ്കിൽ അതിന് നമുക്ക് പറയാം സന്ധികളാണ്. ആ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്കോണമിക് ബെനിഫിറ്റ് അവർക്കാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ചൈനയിലെ പല വിധത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അവരവരുടെ സ്ഥാനങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും ചൈനയെ ഇങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റും ഒരു മെലൻ അല്ലെങ്കിൽ വാട്ടർ മെലനെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാതിരി ഒരു തണ്ണിമത്തനെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് എടുക്കുന്ന മാതിരി ചൈനയെ അവർ പല ഭാഗത്തങ്ങളിൽ, ചൈന വലിയ കൺട്രിയാണ്. അപ്പൊ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ള ലെവലില് ഭാഗിച്ചെടുത്ത് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതില് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്നവർ, നയതന്ത്രന്മാര്, അവർക്ക് വേണ്ട വിധത്തിലാണ് ഇത് നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ തായ്പൈങ്
സപ്രഷൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തിപ്പെട്ട് അവരവിടെ എന്താ ചെയ്യുക, ഒരു കാരണവശാലും ആന്റി ഫോറിൻ എന്നുള്ള ആ ബിലീഫ് വരാൻ പാടില്ല. പാശ്ചാത്യരോട് ദേഷ്യമുള്ളതിനെ അടിച്ചമർത്തി അവരുടെ തായ്പയും അവരുടെ സപ്രഷനിൽ കൊണ്ടുവന്ന് അവർ അതിന്റെ തലസ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ റൂളർ എന്നുള്ള പറയാം, അല്ലെങ്കിൽ പ്രിൻസ് ഗോങ്, മഞ്ജു പ്രിൻസ് ഗോങ്ങിന്റെ അടുത്ത് ഒരു തോന്നൽ വരുത്തിക്കുകയാണ്, പാശ്ചാത്യ സയൻസും ടെക്നോളജിയും പഠിച്ചാലാണ് നിങ്ങൾ ഒരു പാശ്ചാത്യ രീതിയിലേക്കുള്ള ഡിപ്ലോമസി നയതന്ത്രം നിങ്ങൾക്ക് നയതന്ത്രം പഠിക്കാൻ പറ്റുന്നുള്ള ഒരു തോന്നല് അന്നത്തെ രാജകുമാരനായ ഗോങ്ങിന് ഉണ്ടാക്കി കൊടുക്കുന്നു. അതിന്റെ പരിണാമമായിട്ട് അവരൊരു കോപ്പറേറ്റീവ് പോളിസി ഉണ്ടാക്കുകയാണ്. അതായത് ചൈനീസ് ഗവൺമെന്റ്, റോയൽ ഗവൺമെന്റും പുറത്തുള്ള രാജ്യങ്ങളും തമ്മിൽ ഒരു സന്ധി, അത് കോപ്പറേറ്റീവ് പോളിസി. അതുവഴി സിനോ അല്ലെങ്കിൽ ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ വാറ് അല്ലെങ്കിൽ ട്രീറ്റ് കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഓപ്പിയം വാർ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ട്രീറ്റി ഉണ്ട്, ട്രീറ്റി ഓഫ് പോർട്സ് എന്നാ പറയാം, PORTS. പോർട്സ് വെച്ചാൽ ഈ എന്താണ് നാവിക സ്ഥാനങ്ങള്. അവിടെ 5 പോർട്സ്, ഞാൻ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 പോർട്സ് ആണ് അവർ മെയിൻ ആയിട്ട് കയ്യിലെടുക്കുന്നതും. ആ പോർട്സ് നമ്മള് കപ്പൽ വന്നെടുക്കാനും അതിൽ കൂടെ അവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുമുള്ള പെർമിഷനെയാണ് ട്രീറ്റി ഓഫ് പോർട്സ് എന്ന് പറയുന്നത്. ഈ പോർട്സിൽ കൂടെ അവര് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യാങ്ടിസി റിവറിൽ കൂടെ അവർക്ക് ബിസിനസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ. ഈ പെർമിഷനെയാണ് നമ്മൾ ഫോറിൻ കൺസെഷൻ എന്ന് പറയാ. അതായത് പുറം രാജ്യത്തിലുള്ളവർക്ക്, ചൈനയല്ല, പുറം രാജ്യത്തിലുള്ളവർക്ക് ചൈനയിൽ അവരുടെ സാധനങ്ങൾ കൊണ്ടുവരാനും ബിസിനസ് നടത്താനും അതേമാതിരി ഇവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും ആ പെർമിഷൻ ആണ് കൺസെഷൻ എന്ന് പറയുന്നത്. ഫോറിൻ കൺസെഷൻ എന്നാണ് അതിനെ പറയാ. അപ്പൊ അങ്ങനെ ഈ കൺസെഷൻ ഭരണാധികാരികളോട് ഈ സന്ധി മുഖാന്തരം എഴുതി മേടിച്ച് അതുവഴി അവർ ബിസിനസ് നടത്താം. ഇതിൽ ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, അമേരിക്കൻ ഗവൺമെന്റ് വരെ കൺസെഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ കൂടെ ഇതിൽ ഇൻവോൾവ് ആയപ്പോൾ 1863 നമുക്ക് പറയാം ഇന്റർനാഷണൽ കൺസെഷൻ, ഒരു രാജ്യമല്ല പല രാജ്യങ്ങളുമായിട്ടുള്ള കൺസെഷൻ അവർക്ക് കിട്ടുകയും അവർ ആ പോളിസി വഴി അവരുടെ ബിസിനസ് ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റേറ്റീവ്സിനെ കൊണ്ടുവന്നിട്ട് ചൈനയിൽ അവരുടെ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നു. അപ്പോ ഇവരുടെ ചൈനയിൽ ഉള്ള താമസിക്കുന്നവരെ അല്ലെങ്കിൽ ചൈനക്കാരെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വന്നവർ ഫസ്റ്റ് ക്ലാസ് സിറ്റിസണും നമ്മുടെ ഇവിടെ ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഗാന്ധിജീനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ഷിപ്പ് എന്ന് പറയും. അതായത് അവരാണ് മേൽക്കോയ്മ, നമ്മൾ താഴെയുള്ളവര്. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മളുടെ നാട്ടുകാരെ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അതേ സിലബസ്, അതേ കാര്യം തന്നെ ചൈനയിൽ നടന്നിരുന്നു. ചൈനീസുകാരെ അവര് 2ാം തരം സിറ്റിസൺഷിപ്പ് എന്നുള്ള ലെവലിൽ ട്രീറ്റ് ചെയ്യുക, അവര് പാശ്ചാത്യരെ മേൽക്കോയ്മയും നടത്തിക്കൊണ്ടുപോയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ നടത്തി അവരുടെ മേൽക്കോയ്മ ആധിപത്യം സ്ഥാപിച്ച് ചൈനീസിനെ ബിസിനസ് വഴിയും അവരുടെ ഗവൺമെന്റിനെ വഴിയും അല്ലെങ്കിൽ അവരുടെ കൺട്രോള്, അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ കൊണ്ടുവരികയാണ് അവർ ചെയ്തത്. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു ചൈനക്കാരൻ തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പാശ്ചാത്യർ തെറ്റ് ചെയ്താലോ ആരായിരിക്കും ഇതിനെ ജഡ്ജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ലീഗൽ പ്രോസസ്സിൽ കൂടെ അവർ കൈ കടത്തിക്കൊണ്ടിരുന്നു. അതായത് സാധാരണമായിട്ട് പറയാകുമ്പോൾ 19ാം 20ാം നൂറ്റാണ്ടിൽ ഭയങ്കരമായിട്ട് അവരുടെ കൺട്രോൾ, അതായത് ചൈനയെ കൺട്രോൾ ചെയ്തിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ അവിടെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഗൺ ബോട്ട്സും എല്ലാം എപ്പോഴും നല്ല ആർമി റെഡി ആയിട്ട് വെച്ചോണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ അടിച്ചമർത്താനുള്ള ഒരു കാര്യങ്ങള്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വേറൊന്ന് കണ്ടത്, ഒരു കസ്റ്റംസ്
റിലേഷൻഷിപ്പ്, അതായത് ഫോറിൻ ഇൻസ്പെക്ടർ കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് തുടങ്ങുക. പോർട്ടല് പിന്നെ ആ പോർട്ടല് ഓഫീസ് ഉണ്ടാക്കുക. ആ ഓഫീസിൽ ചൈനീസിന്റെ സൂപ്രണ്ടന്റ് ആയാൽ കൂടിയും അവിടെ ഷാൻഹായിലാണ് അത് കൂടുതലായിട്ട് വന്നത്, കൗൺസിലിൽ കൊണ്ടുവന്നു. അവിടെ ടെമ്പററി ആയിട്ട് എന്തിനാന്ന് വെച്ചാല് ഈ സൂപ്രണ്ടിന്റെ ജോലി അവിടത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനം കൊണ്ടുവരണം. അതേമാതിരി പെർമനന്റ് ആയിട്ട് ഒക്കെ നോക്കണം എല്ലാ കാര്യങ്ങളും. ഈ തുറമുഖത്ത് കൂടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പോർട്ട് എന്ന് പറയുന്നത് തുറമുഖമാണ്, തുറമുഖത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ടാക്സ് ഉണ്ട്. ആ ടാക്സിന്റെ പേരാണ് ടാരിഫ് എന്ന് പറയാ. ഈ ടാരിഫ് അല്ലെങ്കിൽ ടാക്സ് മേടിക്കുക ഗവൺമെന്റിന്, ക്വിൻ ഗവൺമെന്റിന് വലുതായിട്ട് ടാക്സ് കിട്ടിയില്ലെങ്കിൽ കൂടെയും അതിനെ ഒരു സിസ്റ്റമാറ്റിക് ആക്കി വെച്ചു. ഈ ഫോറിൻ ഇൻസ്പെക്ടറേറ്റ് ഓഫ് കസ്റ്റംസ് എന്നാണ് അതിന്റെ പേര്. അത് പിന്നെ ഷാൻഗായിൽ നിന്ന് പെക്കിങ്ങിലേക്ക് 1865 മാറ്റി സ്ഥാപിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ മെയിൻ ഫങ്ഷൻ കളക്ഷൻ ആണ്. റെമിറ്റൻസും ടാക്സും ഡ്യൂട്ടിയും ലെവിയും കളക്ഷനാണ് അവർ ചെയ്തിരുന്നത്. അപ്പോ ഗവൺമെന്റിന് ക്വിൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റ് നേരിട്ട് നടത്തിയില്ലെങ്കിൽ കൂടെയും അവർക്കും ഒരു കൺട്രോൾ വരുന്ന മാതിരി ഒരു സിസ്റ്റം ഒന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്തു കൊടുത്തു. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ ചൈനീസ് ഗവൺമെന്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലെങ്കിൽ കൂടെയും ബാക്കിയുള്ള സർ റോബർട്ട് ഹാർട്ട് എന്ന് പറയും, അങ്ങേര് അവിടെ 40 ആണ് കൂടുതലായിട്ട് പവർ കിട്ടുന്നത്. അപ്പൊ ഗവൺമെന്റിന്, അതായത് ചൈനീസ് ഗവൺമെന്റിന് അവരുടെ റവന്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ ഏതായാലും കൺട്രോള്, മെയിൻ ആയിട്ടുള്ള കൺട്രോള് മുഴുവനും അവരുടെ പുറം രാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏലിയൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സിന്റെ കയ്യിലാണ് അവർക്ക് പോകുന്നത്. പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചൈന ഒരു പുതുതായിട്ടുള്ള ഒരു ഡിപ്ലോമസിക്ക് കൊണ്ടുപോവുക, ഒരു പുതിയൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഫോറിൻ കൺട്രികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ മുഖാന്തരം അവർക്കൊരു തോന്നൽ തോന്നി, നമ്മളൊന്ന് മോഡേൺ ആയാൽ എന്താ, ചൈന പഴയ സിസ്റ്റത്തിൽ ഇരിക്കുന്നവരാണ്, നമ്മൾ എന്തുകൊണ്ട് മോഡേൺ ആയിക്കൂടാ. അങ്ങനെ മോഡേൺ ആക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസും മെക്കാനിസം കൊണ്ടുവരുമ്പോൾ അവര് പറയുന്നത് മഞ്ചു, ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ചു ഡൈനാസ്റ്റി പ്രിങ് ഗോങ് ആണ്. ഗോങ്ങിന് തോന്നി നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മളുടെ ഒഫീഷ്യൽസും നമ്മളും ഒരു പാശ്ചാത്യ രാജ്യം മാതിരി ഉന്നതയിലേക്ക് പോയാൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ അവർ കണ്ടുപിടിച്ചു വന്നത് ഒരു എന്താ പറയാ ഒരു ട്രീറ്റിയും എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ നമ്മുടെ രാജ്യത്തിലും നമ്മുടെ ആൾക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവിടെ പ്രിൻസ് ഗോങ് വന്നിട്ട് അവർ അഗ്രി ചെയ്യും. ഒരു ഫോറിൻ ഓഫീസ് 1861 അവിടെ സ്ഥാപിച്ചു. അതിന്റെ പേര് സൊങ്ങാലി യാമൻ എന്നാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ വലിയ റാങ്കുള്ള ഓഫീസേഴ്സിനെ ഇട്ട് അവർക്ക് സ്ഥാനം കൊടുക്കുകയും അതിനുശേഷം അവർക്ക് പതുക്കെ അവർക്കും ഈ കോസ്റ്റൽ ഡിഫൻസ്, അതായത് തുറമുഖ ഡിഫൻസ്, കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് തുറമുഖം ഏരിയ, തുറമുഖം എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ അവിടെ 2 സൂപ്രണ്ട് ട്രേഡ് വരും. ഒന്ന് നോർത്തേൺ, ഒന്ന് സദേൺ പോർട്ട്. കിഴക്ക് 2 സൈഡിലുള്ള തുറമുഖങ്ങൾ അവിടെ എങ്ങനെ കൊണ്ടുപോകണം. ലീ സുയാങ് ആണ് സൂപ്രണ്ട്, ടൻജി എന്ന് പറയും. അപ്പൊ അവിടെ ഇതിനെ ഏത് തരത്തിലായിരിക്കണം ഈ തുറമുഖങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള അവർക്കുള്ള അറിവ് അങ്ങനെയാണ് ഈ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം അവർക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ സ്കൂളില് ഇതിന്റെ ഒരു അടുത്തതായിട്ട് നമുക്ക് പറയാവുന്നത് അവിടെ ഒരു സ്ഥാപിച്ചെടുക്കുന്ന ഒരു സൊങ്ങാലി എം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസാണ്.
ആ ഓഫീസിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് അവിടുത്തെ സ്റ്റുഡൻസിന് പുറം രാജ്യത്തുള്ള ലാംഗ്വേജ് പഠിപ്പിക്കുക. അതായത് വെസ്റ്റേൺ ലാംഗ്വേജ് പഠിപ്പിക്കുക. ചൈനീസ് ലാംഗ്വേജ് മാൻഡറിൻ എന്നാ പറയാ. അതല്ലാണ്ട് വെസ്റ്റേൺ ലാംഗ്വേജസ് പഠിപ്പിക്കുക. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫ്രഞ്ച് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, വെസ്റ്റേൺ ലാംഗ്വേജസ് പഠിപ്പിക്കുക. പിന്നെ കൂടാണ്ട് ഫിസിക്സ് പഠിപ്പിക്കുക, കെമിസ്ട്രി പഠിപ്പിക്കുക, ഫിസിയോളജി പഠിപ്പിക്കുക. അതിന്റെ കരിക്കുലം ഒക്കെ പഠിച്ചു വരും. കൂടാതെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ലോ, വെസ്റ്റേൺ ഇന്റർനാഷണൽ ലോ, അതായത് പാശ്ചാത്യരുടെ ഇന്റർനാഷണൽ ലോ, അവരുടെ ഫിലോസഫി, അവരുടെ പൊളിറ്റിക്കൽ എക്കോണമി, സയൻസ്, ഇതൊക്കെ വരുമ്പോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വന്നത് ഈ ഫോറിൻ, അതായത് അതാത് രാജ്യങ്ങളിലെ, ജർമ്മനി ആണെങ്കിൽ ജർമ്മന്റെ പ്രൊഫസർ ആയിരിക്കും, ഫ്രഞ്ച് സ്കൂൾ ആണെങ്കിൽ ഫ്രഞ്ചിന്റെ സ്കോളർ ആയിരിക്കും അന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് പാശ്ചാത്യ നോളജ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോഡേണൈസ് ആകും എന്നുള്ള ഒരു തോന്നല് അവരുടെ മനസ്സിൽ വരുന്നു. ഇതിനുശേഷം ഒരു വേറൊരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ട്രീറ്റി ഓഫ് ടെൻസ്റ്റൈൻ 1860. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ട്രീറ്റികളെ അടുത്ത 10 വർഷത്തേക്ക് കൂടി കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഉദ്ദേശം. അപ്പൊ അവിടെ ഇന്റർനാഷണൽ ലോ കൂടാണ്ട് പാശ്ചാത്യ സ്റ്റൈലില് എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ചൈനക്കാര് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മോഡേൺ ആവുകയാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വന്ന് അത് ക്വിങ് ഗവൺമെന്റിന്, അതായത് ചൈനീസ് ഗവൺമെന്റിന് ഓരോ പ്രാവശ്യവും ഓരോ ട്രീറ്റി സൈൻ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരത് സമ്മതം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ആ സമയത്ത് 1870 എന്ന് പറയാം, ബർലിൻ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ ഉണ്ടാക്കുകയാണ്. ഈ മിഷന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും ഇതേമാതിരിയുള്ള റിവിഷൻ, പഴയ സന്ധ്യകളൊക്കെ പുതുക്കുക, അപ്രൂവലില് ഗവൺമെന്റിന്റെ അപ്രൂവൽ, ചൈനീസ് ഗവൺമെന്റ് അപ്രൂവൽ മേടിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റുമായിട്ട് കോപ്പറേഷൻ ചെയ്ത് അതിനെ മുന്നിൽ കൊണ്ടുപോകുക, ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കോൺഫ്ലിക്റ്റോ ഇല്ലാണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ആ അവസാനമായിട്ടുള്ള സന്ധിയിൽ കൂടെ നമ്മൾ കണ്ടത്. ഇനി വരുന്നത് പുതിയതായിട്ട് ഓരോ ഫോറിൻ കൺട്രികളും അല്ലെങ്കിൽ ഓരോ രാജ്യക്കാരും പാശ്ചാത്യരും ഇവിടെ വന്ന് എനിക്ക് സ്ഥാപിച്ചിക്കണം, ഞങ്ങളുടെ ബിസിനസ് നടക്കണം എന്നൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇവിടെ ഒരു ബോക്സർ റെബലിയൻ നടക്കുന്നുണ്ട് 1900-ൽ. അതെന്താ വെച്ചാൽ പാർട്ടീഷനാണ്. ചൈനയെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്ന മാതിരി പല ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഈ ഏത് രാജ്യമാണോ അതിന്റെ അടുത്തുള്ളത് അവർ ആ അടുത്തുള്ള രാജ്യത്തിന്റെ കൺട്രോള്, ചൈനയുടെ രാജ്യത്തിന്റെ അതിർത്തിന്റെ കൺട്രോൾ എടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ റഷ്യ അടുത്തുള്ള ഭാഗം വരുമ്പോഴത്തേക്കും അവർ അതിന്റെ അടുത്തുള്ള ഭാഗം കൺട്രോൾ ചെയ്യാൻ എടുക്കും. ചൈന അതേമാതിരി ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാല് ജർമ്മനിയില് ആ സമയത്ത് 1870 ഒരു യൂണിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ജപ്പാനിലെ മീജി റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ വരുമ്പോ ഈ ഓവർസീസിൽ അല്ലെങ്കിൽ കടൽ താണ്ടി വന്നിട്ട് അടുത്തുള്ളവര് ചൈനയിൽ കുറച്ചായിട്ട് അവരുടെ ആധിപത്യങ്ങൾ അതാത് ഏരിയയിൽ, നിയർ ബൈ ഏരിയയിൽ എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഈ ചൈനയെ അവരുടെ കൺട്രോളിൽ അവർക്ക് ബിസിനസ് നടത്തി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഫ്രിക്ഷനും അല്ലെ ഈ ചേഞ്ചസ് ഒക്കെ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണുന്നത് ഈ മിഷണറി ആക്ടിവിറ്റിയാണ്. ഏത് വിധത്തിലുള്ള മിഷണറി ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ മിഷണറീസ് ഉണ്ട്. ഈ സ്കൂൾസ് ആൻഡ് കോളേജസ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻ മിഷണറീസ്. അതേമാതിരി മിഷണറി ആക്ടിവിറ്റീസും പോപ്പുലർ ആയിട്ടുള്ള ഹോസ്റ്റിലിറ്റീസ് ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നു. അതിനൊരു എന്താ പറയാ, ഒരു സന്ധി സംഭാഷണം ചെയ്യുകയും ഫ്രാൻസുമായിട്ട് സന്ധി സംഭാഷണം ചെയ്യുകയും ആ സംഭാഷണത്തിന്റെ സന്ധിയുടെ പേരാണ് ട്രീറ്റി ഓഫ് വാംപുവ എന്ന് പറയും. അത് എപ്പോഴാ ചെയ്യുന്നത് വെച്ചാല് ഫസ്റ്റ് ഓപ്പിയം വാറിന് ശേഷമാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഈ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ 1860 ട്രീറ്റി ഓഫ്
ഐൻസ്റ്റൈൻ്റെ പെർമിഷൻ ചെയ്തിരുന്ന മിഷണറീസ് ഒക്കെ അവിടെ താമസിക്കാൻ പറ്റും. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. കൂടുതലായിട്ട് പഠിപ്പിക്കലാണ്, സ്കൂൾസ് മതി, ഇംഗ്ലീഷ് പഠിപ്പിക്കലൊക്കെയാണ് അങ്ങനെ വരുന്നത്. അതും കാത്തലിക് മിഷണറീസ് ആണ്. കാത്തലിക് മിഷണറീസ് വരുമ്പോൾ പതുക്കെ പതുക്കെ അവരുടെ ഉദ്ദേശങ്ങൾ ഈ ചൈനീസ് സിറ്റിസൺസിനെ കൺവേർഷൻ ചെയ്ത് കാത്തലിക് ആക്കി മാറ്റുക. അപ്പോൾ ഈ ചെറിയ ചെറിയ ടൗണിലും ചെറിയ ചെറിയ വില്ലേജിലും ഒക്കെ ഇവർക്ക് ലോക്കലായിട്ട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അവരുടെ ഇങ്ങനെ മാറ്റി വരുന്നു. അപ്പൊ ആൾക്കാർക്ക് ജെസ്യൂട്ട് മിഷണറീസ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതിൽ ഈ മിഷണറിക്കാരുടെ ആൾക്കാരിൽ സംശയം ഉണ്ടാകുന്നു. കുറെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ മിഷണറീസിന്റെ വർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ വരികയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് 1960 ഒരുപാട് ക്ലാഷസ്, ഫിസിക്കലായിട്ടും ക്ലാഷസ് കാണാൻ പറ്റും. ഇതിനുശേഷം നമ്മൾ കാണുന്നത് 1870 ഒരുപാട് കൂട്ടക്കൊല നടക്കുക, ടാൻജുൻ കൂട്ടക്കൊല. അതെന്താ വെച്ചാൽ ഓർഫനേജിലുള്ള 21 ക്ലാഷ് വന്നിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം വന്ന് അവിടെ 21 ഫോറിനേഴ്സ് ആണ് മരിച്ചു പോകുന്നത്. അതും 30 ചൈനീസ് ക്രിസ്ത്യൻസും മരിക്കുന്നു, കൊല്ലപ്പെടുന്നു ആ കൂട്ടക്കൊലയിൽ. അപ്പൊ അതിന് ഒരു ചൈനീസ് ഗവൺമെന്റ് വെസ്റ്റേൺ റിലേഷൻഷിപ്പുമായിട്ട് ഒരു ചെറുതായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും ഒരു വെറുപ്പ്, അതായത് പുറം രാജ്യത്തിൽ നിന്നും വന്നവരോട് ഉള്ള വെറുപ്പ് ചൈനീസുകാരുടെ മനസ്സിൽ കയറുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വന്ന ശേഷം നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ഇൻവേഷൻ ആണ്. ഒരുമിച്ചിട്ടുള്ള ഈ പാശ്ചാത്യരെ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അറ്റാക്കാണ് ചൈനയിലെ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ചൈന ഗവൺമെന്റ് ക്വിങ് ഗവൺമെന്റിനെ അടിത്തറ പറ്റിക്കണം. അതിന് ക്വിങ് ഗവൺമെന്റിൽ തന്നെ കൂടെ ഉള്ളവരും ചിലര് കൂട്ടത്തിൽ എന്താ പറയാ, നമ്മൾ കൂടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി സഹായിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ സഹായം അവർക്ക് കിട്ടി. അപ്പൊ അങ്ങനെ വന്നിട്ട് അവർ അതിന് ആ ബോക്സർ റബല്യൻ എന്ന് പറയും. 1898 മുതൽ 1900 വരെ നോർത്ത് ചൈനയിൽ നടന്നു. അങ്ങനെ നടന്ന ശേഷം അവര് കമ്പൈൻഡ് ആയിട്ടുള്ള ആർമികൾ ഇവരെ അടിച്ചമർത്തി, പെക്കിംഗ് എന്ന് പറഞ്ഞ തലസ്ഥാനത്തിനെ അടിച്ചമർത്തി ക്വിങ് അതിനെ പിടിച്ച് എടുക്കുകയും ഡിഫീറ്റ് ചെയ്യുന്നു. ബോക്സർ റബല്യനെ 10 വർഷത്തോളം ബോക്സർ റബല്യൻ നടക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ ചൈനീസ് ഗവൺമെന്റിന്റെ പൊളിറ്റിക്കലും ഫൈനാൻഷ്യലും ഇൻഡിപെൻഡൻസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ ആദ്യമായിട്ട് അവർ ഉദ്ദേശിച്ചത് എക്സ്പാൻഷൻ ആണ്. ചൈനയുടെ എക്സ്പാൻഷൻ, അവരുടെ കൺട്രോള്. പക്ഷെ ക്വിങ് ഗവൺമെന്റ് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ചൈനയുടെ ബാക്കിയുള്ള അടുത്തുള്ള കൺട്രികൾ വിയറ്റ്നാം, കൊറിയ, ഇവരൊക്കെ നെയ്ബർഹുഡാണ്. ഇവര് ചൈനയുടെ കൂടെ നിൽക്കാനും പറ്റുന്നില്ല എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് റഷ്യയാണ്. റഷ്യ ഒരു അഡ്വാൻറ്റേജ് എടുക്കും. സിയാങ് എന്ന് പറഞ്ഞല്ല റബല്യൻ ഉണ്ടാക്കി 1871 അവിടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവര് 10 കൊല്ലം ഇവരെ സ്ട്രഗിൾ ചെയ്യുന്ന ക്വിങ് ഗവൺമെന്റിന് ബാക്കപ്പ് ചെയ്യുകയും അതുവഴി അവരുടെ കൺട്രോളില് സെന്റ് പീറ്റേഴ്സ്ബർഗ് 1881 റഷ്യ ഒരു സൈൻ ചെയ്ത് അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നു. ഇതുകൂടാണ്ട് ജപ്പാൻ വരുന്നു. ഇവിടെ ജപ്പാൻ വന്നിട്ട് ഐലൻഡ് ഓഫ് തായ്വാൻ പിടിച്ചടക്കുകയും ലിയു എന്ന് പറഞ്ഞിട്ട് 2 ഐലൻഡാണ് അവർ പിടിച്ചടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഫൈനലി അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് 1875 അവരും ഒരു സന്ധി സംഭാഷണത്തിൽ വരുന്ന ലിയു ഹ്യു ഐലൻഡ്സ് അവർക്ക് കൊടുത്ത് ചൈന ജപ്പാനിന് $2 മില്യൺ വാർ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഇൻഡെമിനിറ്റി എന്ന് പറയും. അതിൽ കൊടുക്കാൻ പറയുന്നത് ചൈന ഗവൺമെന്റ് ജപ്പാനിന് കൊടുക്കണം. ജപ്പാൻ വാർ ഉണ്ടാക്കി അവരുടെ കൺട്രോളിൽ കൊണ്ട് ഇൻഡെമിനിറ്റി എന്നാണ് പറയാ. അതായത് നഷ്ടപരിഹാരം, വാറിന്റെ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോ റഷ്യ, ജപ്പാൻ, ഫർമാസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു ഫ്രഞ്ച് വാർ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ചൈനീസും ഫ്രഞ്ചും തമ്മിലുള്ള വാറാണ്. 1884 മുതൽ 85 വരെ ഭയങ്കര ഡിസാസ്റ്റർ ആണ് ആ വാറിൽ കൂടെ അവർക്ക് അനുഭവപ്പെട്ടത്. അവരുടെ
വിയറ്റ്നാം മുഴുവൻ പോയി, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാം പോയി. ഇവരുടെ ലോങ് മിലിറ്ററി കപ്പാസിറ്റി. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത്രത്തോളം ചൈനയുടെ മിലിറ്ററി ലിമിറ്റഡ് ആയിട്ടുള്ള മോഡേണൈസേഷൻ കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നതും. പിന്നത്തെ കാലത്ത് 1911 സൺയാട്സൻ വരുന്നു. ആ സമയത്ത് പിന്നെ കൂടുതലായിട്ടും നമുക്ക് പറയാം ഇന്ത്യയിൽ കണ്ടമാതിരി തന്നെ ഒരു നാഷണലിസ്റ്റിക് വ്യൂസ് വരികയും അവര് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ പരാമർശിക്കുന്നതായിരിക്കും. അപ്പോൾ 1886 സിക്കിം നമ്മുടെ ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് റഷ്യയും റാപ്പിഡായിട്ട് സൈബീരിയ, ചൈനയുടെ ബോർഡറിലുള്ള സൈബീരിയ എടുക്കുകയും ചെയ്യുന്നു. കൂടാതെ കൊറിയ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു ട്രിബ്യൂട്ടറി എന്നുള്ള ലെവലില് ചൈനയുടെ ഇൻഫ്ലുവൻസിൽ തന്നെ 1885 ജപ്പാൻ മാനേജ് ചെയ്യുന്ന ഒരു റൈറ്റ് ടു ഇന്റർവെൻ എന്ന് പറയും. അതായത് ഞങ്ങൾക്ക് തല ഇടാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊറിയൻ അഫയേഴ്സിൽ മേടിച്ചെടുക്കുന്നു. ചൈനയ്ക്ക് പിന്നെയും ഒരു റൈറ്റ് അവിടെ ചെയ്ത് കൊടുക്കേണ്ടി വരികയും 1895 മുതൽ ചൈനീസും ജാപ്പനീസും ഒരുമിച്ച് വന്നിട്ട് കൊറിയൻ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ജപ്പാൻ ഇവരോട് തിരിച്ച് നിങ്ങളുടെ ഗവൺമെന്റ്, കൊറിയൻ ഗവൺമെന്റ്, ചൈനീസ് ഗവൺമെന്റിന്റെ ട്രൂപ്പിനെ തിരിച്ചു വിളിക്കണം എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ചൈനീസിനെ അടിച്ചമർത്തപ്പെടുമ്പോൾ അവരുടെ നേവി അത്ര മോഡേണൈസ്ഡ് ആയിട്ടുള്ള നേവി അല്ല, അത് മുഴുവനും നശിപ്പിച്ചു കളയുന്നു. ഇതിന് ശേഷം ഈ ഹ്യൂമിലിയേഷൻ കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള കൊറിയൻ റൈറ്റ്സും തായ്വാൻ, പെസോഡോസ് ഐലൻഡ്സ് ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടായിപ്പോയി മഞ്ചൂരിയയിൽ. അപ്പൊ എന്ത് പറ്റി? ജപ്പാൻ തിരിച്ചു പോവാനും അവരുടെ റഷ്യ, ജർമ്മനി, ഫ്രാൻസ് ഇതെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് റൈവലറി അല്ലെങ്കിൽ ജപ്പാനോട് ഈ 3 പവർഫുൾ ആയ റഷ്യ, ജർമ്മനി, ഫ്രാൻസും കൂടെ ജപ്പാനോട് എഗെയിൻസ്റ്റ് ആയിട്ട് അവര് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കൺസെഷൻ മേടിക്കുകയും അതിനെയാണ് നമ്മൾ ഇതിൽ പറയുന്നത് സ്ക്രാമ്പിൾ ഫോർ കൺസെഷൻ എന്ന് പറയും. സ്ക്രാമ്പിൾ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാണ്ടത് എന്നുള്ളതല്ലേ, മാന്തി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ചൈനയുടെ പല വിധത്തിലുള്ള പല വിധത്തിലുള്ള കൺസെഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർമിഷന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നു. ഇപ്പോ ഈ സൈഡ് ബൈ സൈഡ് ആയിട്ട് എന്താ നമുക്ക് നോക്കാൻ പറ്റുന്നത്? ഈ എല്ലാ ഫോറിനേഴ്സും ഇവിടെ വന്ന് ഞങ്ങൾക്ക് പെർമിഷൻ വേണം, ഞങ്ങൾക്ക് ഇവിടെ ബാങ്കിങ് നടത്തണം, ഞങ്ങൾക്ക് ഷിപ്പിംഗ് നടത്തണം, ഞങ്ങൾക്ക് ഫോറിൻ ബാങ്ക്, ബ്രിട്ടീഷ് ചാർട്ടേഡ് ഓറിയന്റൽ ബാങ്ക് അവിടെ തുടങ്ങുന്നു ഹോങ്കോങ്ങില് 1845. 1848 ഷാൻഹായിൽ തുടങ്ങുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഷിപ്പിംഗ് കമ്പനി, ഷാൻഹായ് സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നാണ് പറയുന്നത്. അത് 1862 അവിടെ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അവരുടെ ബിസിനസ് വേറൊരു രാജ്യത്ത്, ഫോറിൻ രാജ്യത്തിൽ തുടങ്ങുക. അപ്പൊ ഇമ്പീരിയലിസം എന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ബിസിനസ്സുകൾ അവർ സെറ്റപ്പ് ചെയ്ത് കൺസെഷൻസ് എടുത്ത് അവിടുത്തെ രാജാവിന്റെ കൺസെഷനോടുകൂടി ബിസിനസ് നടത്തിക്കൊണ്ടു പോവുകയും ഷിപ്പ് ബിൽഡിങ്, റിപ്പയറിങ്, ഗുഡ്സ് പുറത്തേക്കും അകത്തേക്കും വരുന്ന സാധനങ്ങൾ കൊണ്ടുപോവുക, തുറമുഖത്തിനെ കൺട്രോൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ലോക്കലായിട്ട് ചൈനയിലുള്ള സാധനങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യാൻ അതിലെ ഫോറിൻ കമ്പനികൾക്ക് അവോയ്ഡ് ചെയ്യുക. ഫോറിൻ കമ്പനികൾക്ക് ടാക്സ് വേണ്ട അല്ലെങ്കിൽ ഡ്യൂട്ടി വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്ക് തന്നെയായിരിക്കും. ഇതിൽ എന്താ പറ്റുന്ന വെച്ചാല് ഈ ചൈനീസ് ഗവൺമെന്റിന്, ചൈനീസ് മാനുഫാക്ചറേഴ്സിന് ഭയങ്കരമായ നഷ്ടം വരാൻ തുടങ്ങും. കാരണം ഫോറിൻ കമ്പനീസ് ഇവിടെ നടത്തുമ്പോഴത്തേക്കും അവർക്ക് ടാക്സ് ഇല്ല, അവർക്ക് പലവിധ കൺസെഷനും ഉണ്ട്. അപ്പൊ അവർക്ക് ലാഭം കൂടുതൽ കിട്ടും. ഇപ്പൊ ചൈനയിൽ ഉണ്ടാക്കുന്ന ചൈനക്കാർക്ക് തന്നെ അതിന്റെ നഷ്ടം ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ട്രാപ്പായി പോയി. റിയൽ ആയിട്ട് 19-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ചൈനയ്ക്ക് ഭയങ്കര ട്രാപ്പാണ്. ഫോറിൻ കമ്പനികൾ അല്ലെങ്കിൽ ഫോറിൻ ഇൻഡസ്ട്രീസ് ഭയങ്കരമായിട്ട് അവിടെ ഹൈഡ്രോളിക് വർക്ക്സും ഫോർട്ടിഫിക്കേഷനും ഫോർട്ട് ഉണ്ടാക്കുകയും
ആംസ് എന്താ നമ്മൾ പറയില്ലേ, ആയുധങ്ങളും ആയുധക്കോപ്പുകളും പടക്കോപ്പുകളും, റെയിൽവേസ് ഉണ്ടാക്കുക, മൈൻസ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചൈന ഗവൺമെന്റിന്റെ കോമ്പറ്റീഷൻ അവരുടെ കൂടെയാണ്, ഫോറിൻ കൺട്രികളുടെ കൂടെയാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവര് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ മാനേജ് ചെയ്തു പോകുന്നത്. ഇപ്പൊ ചൈനയുടെ ഗവൺമെന്റിന് ഭയങ്കരമായിട്ട് വീക്ക്നെസ് അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം ഈ ജപ്പാൻ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ജപ്പാൻ, ബാക്കിയുള്ള 3 രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ഇവരൊക്കെ ഒരുപാട് കൺസെഷൻ ചൈനയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ആ കൺസെഷൻ മുഖാന്തരം അവർക്കൊരു എന്താ പറയാ, റൈറ്റ് എന്ന് പറയാം, RIGHT, റൈറ്റ് എന്ന് പറഞ്ഞാൽ അധികാരം. ഈ അധികാരം എന്തിനൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്? റെയിൽവേ ഉണ്ടാക്കാൻ, ഫാക്ടറി തുറക്കാൻ, മൈൻസ് ഉണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവര് 3 പവർഫുൾ ആയിട്ടുള്ള കൺട്രികളാണ് ഇവിടെ വരുന്നത്. ഇത് കൂടാണ്ട് ജപ്പാനും കൂടെ വന്ന് കൺസെഷൻ എടുത്തു മഞ്ചൂരിയയില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ രാജ്യത്തിന്, സ്വരാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് കഷ്ടങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഗവൺമെന്റിന്, അത് മാത്രമല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തുറമുഖത്തിലെ ഹാങ്ടിസി റിവറിന്റെ അകത്തേക്ക് വരെ, ഹോങ്കോങ്ങില്, ഇതൊക്കെ ഫോറിൻ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളാണ് കൺസെഷൻ മേടിച്ച് നമ്മൾ പറയാറില്ലേ സാധാരണ ലീസ് എന്ന്. ആ ലീസ് ഇവിടെ എടുക്കുന്നു. ലീസ് എന്ന് വെച്ചാൽ എന്താ പറയാ, മലയാളത്തിൽ അതിനെ പറയുന്നത് ദീർഘകാലത്തേക്ക് വാടക കൊടുക്കാം. അതിന് 1 കൊല്ലം, 100 കൊല്ലം കൊടുക്കാൻ പാടില്ല. 99 കൊല്ലമാണ് ലീസിങ്. അപ്പൊ ബുർജ് ഖലീഫയിലും ഇതേമാതിരി പിന്നെ അറേബ്യൻ കൺട്രീസിലും ഉണ്ട്. നിങ്ങൾക്ക് വീടുണ്ടാക്കാം, 99 കൊല്ലം നിങ്ങളുടെ വീട് മാതിരി തന്നെ നിങ്ങൾക്ക് ജീവിക്കാം. 99 കൊല്ലം, അതാണ് ലീസിംഗ് എന്ന് പറയാ. അപ്പൊ അങ്ങനെ ഈ ഗവൺമെന്റ്, ചൈനീസിന്റെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 99 കൊല്ലം ലീസിംഗ് മേടിച്ചും അവര് പല വിധത്തിലുള്ള ഫാക്ടറികളും ബിസിനസ്സുകളും നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ എന്താ പറ്റുന്ന, അവർക്കാണ് ഈ കൺസെഷൻ കിട്ടുന്നത് കൊണ്ട് അവർക്ക് പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് വന്ന് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്കും ഗവൺമെന്റുകാർക്കും അല്ലെങ്കിൽ അവരുടെ അതാത് ഗവൺമെന്റിനും ബെനിഫിറ്റ് കിട്ടുന്നു. അവർക്ക് അവരുടെ പൈസ അല്ലെങ്കിൽ അവരുടെ ഫൈനാൻസ് ഇംപ്രൂവ് ആവുന്നു. അതേസമയം ഫാക്ടറികള്, മൈൻസ്, റെയിൽവേസ്, ഇതുവഴിയൊക്കെ അവർ ബെനിഫിറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഇന്ത്യയിലും കണ്ടു, അവരുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേസിൽ ബ്രിട്ടീഷുകാരെ റെയിൽവേസ് ഉണ്ടാക്കി, റോഡ് ഉണ്ടാക്കി, പോസ്റ്റൽ സർവീസ് ഉണ്ടാക്കി. ഇതൊക്കെ അവരുടെ വർക്കിന്റെ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനുള്ള ഇംപ്രൂവ്മെന്റ് ആയിട്ടാണ് അവർ നടത്തിക്കൊണ്ടുവന്നത്. ഇതേമാതിരി തന്നെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തുറമുഖ ട്രീറ്റി ഓഫ് പോർട്സ്, അതായത് തുറമുഖത്തിൽ ഉള്ള സംബന്ധം അല്ലെങ്കിൽ കൺസെഷൻ. ആ കൺസെഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് വന്നു പോകാനും തിരിച്ച് നമുക്ക് ബിസിനസ് നടത്താനും അതിനെ പറയുന്നത് നമ്മൾ ഓപ്പൺ ഡോർ പോളിസി എന്നാണ്. 1900 ഓപ്പൺ ഡോർ പോളിസി എന്നാണ്. ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടില്ല, എപ്പോ വേണമെങ്കിൽ വരാം, എപ്പോ വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇങ്ങനെ ചൈനീസ് ഗവൺമെന്റിന്റെ കൺസെഷനോടുകൂടിയാണ് പുറം രാജ്യക്കാർ അവിടെ താമസിക്കുകയും അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇത് മാത്രമല്ലാണ്ട് ഇവർക്ക് ചൈനീസ് ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജപ്പാൻ ഒരു ഇൻഡെമിനിറ്റി കൊടുക്കണമെന്ന്, അതായത് നഷ്ടപരിഹാരം കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജർമ്മൻ ബാങ്ക്, ബ്രിട്ടീഷ് ബാങ്ക്, ഇവരൊക്കെ ഇവിടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ്. ചൈനീസ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഡെമിനിറ്റി സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ പറഞ്ഞ് അവര് ആധിപത്യം സ്ഥാപിക്കുന്നു. അപ്പൊ ഈ ചൈന എത്രത്തോളമാണ് ലോൺ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്? 36 കൊല്ലം ഈ ഇൻസ്പെക്ടർ കിട്ടുന്നതൊക്കെ പുറത്ത് ലോൺ ഇൻഡെമിനിറ്റി ആയിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇവരുടെ പൈസ അല്ലെങ്കിൽ ഇവരുടെ ധനത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതലായി വരുന്നു. അത് മാത്രമല്ലാണ്ട് ഈ കൺസെഷൻ, കസ്റ്റംസ് റവന്യൂ എന്ന് പറയുന്നത് മോഡേണൈസേഷന് വേണ്ടിയിട്ടാണ് മേടിക്കുന്നതിൽ കൂടെയും, പക്ഷെ പ്രോഫിറ്റബിൾ ആയിരുന്നാൽ കൂടെയും അതിന് ചെറിയൊരു അംശമേ ചൈനീസ് ഗവൺമെന്റിന് കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ പുറത്തുള്ള ആൾക്കാരാണ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവർ കൊണ്ടുപോവുകയാണ്. ഈ ഹ്യൂമിലിയേഷൻ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഇവർക്ക് അടിച്ചമർത്തിപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ എക്കോണമി, അവരുടെ ചൈനീസ് എക്കോണമി ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു, ബാങ്ക് ഫേസ് ചെയ്യുന്നു. അത് മാത്രമല്ല അവരുടെ സ്വാതന്ത്ര്യത്തിനും അടിമത്വം വരുമ്പോഴത്തേക്കും പതുക്കെ
ചൈനീസിന്റെ ഗവൺമെന്റ്, ക്വിങ് ഗവൺമെന്റ് അതിനെ 1911 കംപ്ലീറ്റ് ആയിട്ട് അവർ അടിച്ചു തമർത്തുകയും അതിന് ശേഷം വരുന്നവരെ ഇതേ പോളിസിയിൽ തന്നെ അവര് കൊണ്ടുപോയി ഒരു 30 കൊല്ലം ആണ് ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അവരുടെ ചൈനയെ മുഴുവനും പാർട്ടായിട്ട് പല രാജ്യങ്ങൾ കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, വേറൊന്നുമല്ല അതിന്റെ അർത്ഥം. അപ്പോൾ പല വിധത്തിൽ പല ഗവൺമെന്റുകൾ വന്ന് ചൈനയിൽ അവരുടെ സ്ഥാനങ്ങൾ എടുക്കുകയും അവരെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ തൈപ്പാങ് എന്നുള്ള ഒരു റബല്യൻ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു തുടക്കം, ഒരു നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ ലാൻഡ് സിസ്റ്റത്തിനെ പറ്റിയും അവിടുത്തെ പൊസിഷൻ, സ്ത്രീകളുടെ പൊസിഷനെ പറ്റിയും ഹാൻഡിക്രാഫ്റ്റും ട്രേഡ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പഠിച്ചിട്ടുണ്ട്. ഇതേമാതിരത്തില് നമ്മൾ പലവിധ ലാൻഡ് എങ്ങനെയാണ് ഭൂപരിഷ്കരണം ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു അവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റിൽ എങ്ങനെ നടന്നു, ഇതൊക്കെ ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപ്പറ്റിയായിരിക്കും ഈ തൈപ്പാങ് അല്ലെങ്കിൽ അപ്രൈസിംഗ് എന്നാണ് അതിനെ പറയുക. അപ്രൈസിംഗ് എന്ന് വെച്ചാൽ ഒരു പൊട്ടിപ്പടുത്ത് വരുന്ന ഒരു ലോക്കലായിട്ട് വരുന്ന ഒരു ചെറിയൊരു റബല്യസ് ആറ്റിറ്റ്യൂഡ്. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്തൊക്കെയാണ്, ഏതൊക്കെ വിധത്തിലാണ് ഇവരുടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ ക്വിങ് ഗവൺമെന്റ് ഡിഫീറ്റ് ചെയ്യാൻ അവരെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ റബല്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നമ്മൾ ഈ ഇന്ത്യൻ ബ്രിട്ടീഷ് ടൈമിൽ നമ്മൾ പറയില്ലേ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻസ് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ പറയും സിപ്പോയി മ്യൂട്ടിനി. മ്യൂട്ടിനി വെച്ചാൽ എതിർപ്പ് എന്നാണ്. അതേമാതിരി തന്നെയാണ് ഇവിടെയും അപ്രൈസിംഗ് എന്ന് പറയുന്നത്, എതിർപ്പാണ്. അപ്പോൾ അതിനെ അടിച്ചമർത്താൻ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു, എന്തുകൊണ്ടാണ് ആ ഗവൺമെന്റ് ഈ അപ്രൈസിംഗ് അല്ലെങ്കിൽ ഈ അതിലെ അവരുടെ ഫെയിലിയർ എന്തുകൊണ്ടായിരുന്നു, അതിനുശേഷം ഈ അപ്രൈസിംഗ് അല്ലെങ്കിൽ ഈ വിപ്ലവം പൊട്ടിപ്പെടുന്ന ശേഷം അത് വന്നതും അതിന്റെ ഇമ്പാക്റ്റും അതുകൊണ്ട് വന്ന ചേഞ്ചസും എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് സൗത്തും സെൻട്രൽ ചൈന 19ാം നൂറ്റാണ്ടിൽ ഒരു വലിയ റബല്യൻ അല്ലെങ്കിൽ ഒരു വിപ്ലവം പൊട്ടിപ്പൊടുക്കുന്നു. ഈ വിപ്ലവം ആരാ ഉണ്ടാക്കുന്നത് വെച്ചാല് കർഷകരാണ്. കർഷകരുടെ പ്രശ്നങ്ങളാണ് അതൊരു വിപ്ലവമായിട്ട് മാറുന്നത്. ആ കർഷകർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2000 വർഷത്തോളമായിട്ടുള്ള 200 വർഷത്തോളമായിട്ടുള്ള ഈ ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളുടെ അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ, പുറം രാജ്യങ്ങളുടെ ഗവൺമെന്റിൽ കൂടെ അവർ അനുഭവിച്ചത്, അതെല്ലാം കൂടെ ഒരു എന്താ പറയാ, ഒരു 20 മില്യൺ ആൾക്കാർക്കാണ് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നതും ചൈനയുടെ ഗവൺമെന്റിനെയും അവര് തകർപ്പണമാക്കി അല്ലെങ്കിൽ തരിപ്പണമാക്കി, ഗവൺമെന്റിന് അവിടുത്തെ ആൾക്കാർക്കും തരിപ്പണമാക്കി. ഈ അല്ലെങ്കിൽ തൈപ്പാങ് റബല്യൻ അല്ലെങ്കിൽ തൈപ്പാങ് ആയിട്ടുള്ള അപ്രൈസിംഗിന്റെ ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് 2 കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, അതിന്റെ പ്രോഗ്രാം, എങ്ങനെ അത് പ്രോഗ്രാം ചെയ്തുകൊണ്ടു. 2, അതിന്റെ വീക്ക്നെസ് എന്തായിരുന്നു. ഇത് സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും ചൈനയിൽ ഒരു പുതിയ ഒരു തോന്നല് വരാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ ബാക്കിയുള്ളവര് അടിച്ചമർത്തുന്നു, നമുക്ക് പറയാം അവരുടെ സെൽഫായിട്ടുള്ള ഒരു അറിവിനെ അല്ലെങ്കിൽ അവർക്ക് തോന്നാൻ തുടങ്ങി നമ്മളെ ബാക്കിയുള്ളവർ എന്തിനാണ് ഇങ്ങനെ അടിച്ചമർത്തണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് അറിയണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്തുകൊണ്ടാണ് ഈ മഞ്ജു ഡൈനാസ്റ്റിനെ ബാക്കി ഫോറിൻ ബാർബേരിയസ് അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഡൈനാസ്റ്റി ആയിപ്പോയത്, അല്ലെങ്കിൽ ഒരു രാജ്യഭരണം ശരിയില്ലാണ്ടായിരുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറയാൽ അവിടുത്തെ റിലീജിയൻ എന്ന് പറയുമ്പോൾ, മതം എന്ന് പറയുന്നത് കൺഫ്യൂഷ്യാനിസമാണ്. ഈ കൺഫ്യൂഷ്യാനിസത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി കടന്നുകൂടിയത്? ഈ ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞപ്പോൾ അവരുടേതായ ഐഡിയാസും നോവൽസും ഇവിടെ കുത്തിക്കയറ്റി മതപരിവർത്തനം നടത്തുന്നു.
ഈ മതപരിവർത്തനം നടത്താൻ വേണ്ടി അവർ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ, പല വിധത്തിലുള്ള ചെറിയ ബെയ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ ഇട്ടുകൊടുത്ത് വലിയ ഫിഷിനെ പിടിക്കാന്ന് പറയില്ല, നമ്മള് മീൻ പിടിക്കുമ്പോ ചെറിയ ഫിഷിനെ ഇട്ടുകൊടുത്ത വലിയ ഫിഷിനെ പിടിക്കും, ബെയ്റ്റ് എന്ന് പറയും. ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് മതപരമായി മതപരിവർത്തനം നടത്തുന്നു. അപ്പൊ ഇവരുടെ കൺഫ്യൂഷ്യാനിസം എന്നുള്ള ആ സ്ഥിരമായിട്ടുള്ള അവരുടെ മതത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റിയെടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ചൈനയെ മതപരമായിട്ടും അടിച്ചമർത്തും ആണ് ആന്റി മഞ്ജു സെന്റിമെന്റ്സ് അവിടെ കൊണ്ടുവരികയും അങ്ങനെ ഇവര് അവിടെ ചേഞ്ചസ് കൊണ്ടുവരുന്നു. മതപരമായ ചേഞ്ചസ്, പുരോഗതിയിലേക്കുള്ള ചേഞ്ചസ്, ഡെമോക്രസി അല്ലെങ്കിൽ നമുക്ക് പറയാം മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ പുരോഗതി, ഉന്മാദം കൊണ്ടുവരുന്നു. ആ സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, ഓപ്പിയം വാറും അതിന്റെ കണ്ടീഷൻസും അതിനെ പല വിധത്തിലുള്ള ഈ ആൾക്കാരെ ലെഥാർജിക് ആക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരുടെ പേഴ്സണാലിറ്റി അടിച്ചടക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് നേരത്തെ ചെയ്യുന്നു 17-ാം നൂറ്റാണ്ടിൽ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ജു റൂളേഴ്സിന് അല്ലെങ്കിൽ മഞ്ജു ഡൈനാസ്റ്റി എന്നുള്ള റൂളേഴ്സിന് അവരുടെ അഡ്മിനിസ്ട്രേഷൻ പിക്കിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറാൻ തുടങ്ങി, കുറച്ചായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് 18-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും കോളനൈസേഷൻ ആവുന്നു. അത് കഴിഞ്ഞ് ഫെർട്ടൈൽ ആയിട്ടുള്ള ഏത് കൺട്രിയുടെയും അടിസ്ഥാനപരമായ ഇംപ്രൂവ്മെന്റ് വരേണ്ടത് അവരുടെ അഗ്രികൾച്ചറാണ്. ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് കർഷകരുണ്ട്. ആ കർഷകനും മര്യാദയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ അടിച്ചമർത്താൻ പറ്റി, അല്ലെങ്കിൽ പോലീസ് മുറയും അഡ്മിനിസ്ട്രേഷനും ഒരുപാട് സെറ്റപ്പ് ശരിക്ക് വന്നില്ലെങ്കിൽ ഈ മിക്സഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ അവർക്ക് അവിടെ ഒരു ഒരസൽ വരും, സോഷ്യൽ ഫ്രിക്ഷൻ എന്ന് പറയാം നമുക്ക്, ഒരസല്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും അപ്പോൾ രണ്ടുപേരും പരസ്പരം തല്ലുപിടിക്കാൻ വരികയും ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് ഒരു സീക്രട്ട് ഗ്രൂപ്പ്, അതായത് ട്രഡീസ് എന്ന് പറയും, സീക്രട്ട് ഗ്രൂപ്പ്. അവിടെ സീക്രട്ട് ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നു, സോഷ്യൽ ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. ആ കൂട്ടത്തിൽ ആ കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണന് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഹക്ക എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു ആൾക്കാർ, ഹക്ക എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഒറിജിനൽ സെറ്റേഴ്സ് ഉണ്ട്. ഈ ഹക്ക ഗ്രൂപ്പിലുള്ളവര് 12-13 നൂറ്റാണ്ടുകളിൽ നോർത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളവരാണ്. ഇവർക്ക് സൗത്തിൽ താമസിക്കുകയും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് താമസിക്കുകയും കഴിയുമ്പോൾ അവരുടേതായ കസ്റ്റംസും അവരുടേതായ ഭാഷകളും ഡയലക്റ്റും ഒക്കെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ പറയുന്നത് അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഏലിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഏലിനേഷൻ കൊണ്ട് ഇവർക്ക് അങ്ങനെയാണ് ഹക്ക വന്നിട്ട് തൈപ്പൈങ് മൂവ്മെന്റിന്റെ ലീഡറായിട്ട് വരുന്നു. അപ്പോൾ ഈ സോഷ്യലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. തൈപ്പൈ മൂവ്മെന്റ് മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെന്താ ചെയ്യുന്ന വെച്ചാല് അവര് ഒരു സൗത്ത് ചൈനയും അതിൻ്റെതായ ഭാഗങ്ങളും ഓപ്പിയം ട്രേഡിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമായിരുന്നു. ഏത് കാലത്തിൽ? 19-ാം നൂറ്റാണ്ടിൽ. ആ 19-ാം നൂറ്റാണ്ടിൽ സൗത്ത് ചൈനയിൽ ഒരുപാട് ബിസിനസ് ഓപ്പിയം ട്രേഡ് നടന്നുകൊണ്ടിരുന്ന സമയത്തും ഇതിനെ അവരെ ഫോളോ ചെയ്തിട്ട് ട്രീറ്റി ഓഫ് നാൻകിങ് വഴി ബിസിനസിനെ കൺട്രോൾ ചെയ്യാനും നോർത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നോർത്തിൽ വെച്ചാൽ ഷാൻകായിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് കൂലിക്കാര്, ബോട്ട്മാൻ, അതേമാതിരി കണ്ടോൺമെന്റ് ഏരിയയിലുള്ളവർക്കൊക്കെ ജോബ് ഇല്ലാണ്ടായി, പണിയില്ലാണ്ടായി. ആ പണിയില്ലാണ്ടായപ്പോഴത്തേക്ക് അവർ പിന്നെ പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ കൊള്ളക്കാരായിട്ട് മാറുകയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തവനെ കൊള്ളയടിക്കുക എന്ന് പറയുന്നത് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അതേമാതിരി തന്നെ പൈറേറ്റ്സ് ആവുന്നു. നേവൽ കപ്പൽ വരുമ്പോൾ അതിനെ കപ്പൽ ഉള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുന്നവരാണ് നമ്മൾ പൈറേറ്റ് എന്ന് പറയാ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നു. ജോബ്ലെസ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം അവിടെ വന്നത്. ഇത് കൂടാണ്ട് ഹക്കാന്റെ ആൾക്കാരും തൈപ്പൈങ്ങിലുള്ളവരും കൂടെ ചേർന്നിട്ട് ഒരുപാട് ഈ ജോലി ഇല്ലാത്തവരെ ഒരുമിച്ച് കൂട്ടി
അവർക്ക് അതേമാതിരി പല വിധത്തിലുള്ള കർഷകരെയും കൂട്ടി എല്ലാം കൂടെ ഒരു നേറ്റീവ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ അവർക്ക് അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവരുടെ ഹാൻഡിക്രാഫ്റ്റ് ചൈനീസിന്റെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും എഫക്റ്റ് ആവുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാലത്ത് നമ്മളുടെ ഹാൻഡിക്രാഫ്റ്റ് വല്ലാത്ത വിധത്തിൽ എഫക്റ്റ് ആയിപ്പോയിരുന്നു. ഒരുപാട് പേർക്ക് അൺഎംപ്ലോയ്മെന്റ്, അതായത് മെഷീൻ മെയ്ഡ് സാധനങ്ങൾ വരുമ്പോഴത്തേക്കും ഹാൻഡിക്രാഫ്റ്റിന് വില കൂടുതലായതുകൊണ്ട് ആരും മേടിക്കില്ല. അപ്പൊ അങ്ങനെ അത് അവരുടെ ബിസിനസ്സിനെ എഫക്റ്റ് ആവും. ഇത് കൂടാതെ ക്വിങ് ഗവൺമെന്റ്, അതായത് ചൈനീസിന്റെ ഗവൺമെന്റിന് ഈ ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞ സാധനം ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാച്ചാല് ഭയങ്കരമായിട്ട് പ്രൈസ് ഒക്കെ കൂട്ടി കഴിയുമ്പോൾ എന്ത് പറ്റി, ഈവൻ ഉപ്പിന് വരെ വലിയ എമൗണ്ട് കൊടുക്കാൻ. നമ്മളുടെ നാട്ടിലും വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ഇവിടെയും നടന്നിരുന്നു ആ സമയത്ത് കാലഘട്ടത്തിൽ, ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ. കാരണം ഉപ്പില്ലാണ്ട് നമുക്ക് ഊണുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ഉപ്പ്. അതിന്റെ കൂടെ 100% കൂട്ടി വിൽക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന് എന്തിനാന്ന് വെച്ചാൽ ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു ഇത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആൾക്കാര് ബാൻഡിറ്റ്സ് എന്ന് പറയുന്നവരും എല്ലാരും ഭയങ്കരമായിട്ട് രാജ്യങ്ങളിൽ കൊലയും കൊള്ളയും അല്ലെങ്കിൽ പിടിച്ചുപറിയും ഈ അൺവാണ്ടഡ് അല്ലെ സോഷ്യൽ ക്രൈംസ് നടക്കുകയും ആ സോഷ്യൽ ക്രൈംസിൽ കൂടെ ഭയങ്കരമായിട്ട് അവർക്ക് സഫറിങ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം അവർ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തായ്പിങ് റെബല്യൻ അല്ലെങ്കിൽ തായ്പിങ് അപ്രൈസിങ് 1840 നടക്കുന്നത്. ഇത് ആരാണ് നടത്തിക്കൊണ്ടു പോണ? കർഷകരും ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സുമാണ്. എന്തിനാണ് നടക്കുന്നത്? പേയ്മെന്റ് നടത്താൻ, അതായത് ടാക്സ് ലെവീസ് എന്ന് പറഞ്ഞ ടാക്സ് അടയ്ക്കാനും ഈ ഹൈ ടാക്സേഷൻ വാടകകൾ വീടിന്റെ വാടകകളും ഒക്കെ കൂടുതലാവുക, ടാക്സേഷൻ കൂടുതലാവുക. മാത്രമല്ല ഒഫീഷ്യൽസ്, അതായത് ഓഫീസിൽ ജോലി ചെയ്യുന്നവര് കറപ്ഷൻ അല്ലെങ്കിൽ അതിൽ അധികാരികളുടെ അധികാര ദുർവ്യയം, അതിന് പറയാം കറപ്റ്റ് ഒഫീഷ്യൽസ് പറയാം. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സും കർഷകരും കൂടെ എതിർക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇതിന്റെ കൂടെ ഇവരെ ഈ ലീഡർഷിപ്പിനെ അടിച്ചമർത്താൻ വേണ്ടി ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കുന്നു. സീക്രട്ട് സൊസൈറ്റിയിൽ കൂടെ ഇവര് തായ്ദായ് എന്നാണ് അതിന് പറയാ. അപ്പൊ ഇവിടെ സ്ട്രഗിൾ എന്താ വരുത്തുന്ന വെച്ചാൽ 1840 ഈ ഹ്വിനൻസാങ് ബോർഡറില് 1847 ലീഡർഷിപ്പ് ആരായിരുന്നു? ലീഡർഷിപ്പ് ലെയ് സിയാങ് എന്ന് പറയും. ലെയ് സിയാങ് ആണ് ഈ തയാൻ ഹൈ ഹു എന്നുള്ള പറഞ്ഞ ഈ സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കിയത്. സീക്രട്ട് സൊസൈറ്റി ലീഡർഷിപ്പ് വഴി ഇവര് 1400, 1940, 1980 ബോർഡർ റീജിയനില്, ഹുവാനൻ ബോർഡർ റീജിയനില് കൺട്രോൾ കൂടുതലായിട്ട് കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടെ ഇവര് ഈ ബാൻഡിക്കാറ്റ്സിന്റെ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് അവരെ കൊണ്ട് അവരുടെ ഈ പിടിച്ചു പറിക്കൽ, ബാൻഡിക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബാൻഡിറ്റ്സ് പിടിച്ചു പറിക്കുന്നവരാണ്. ഇവർക്കൊക്കെ ഒന്ന് നിർത്താനും അതെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒരു സിസ്റ്റം വരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ശേഷം അവരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, അല്ല ഇത് ഇങ്ങനെ പിടിച്ചുപറി നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മേലധികാരികൾ, പണത്തിൽ കൂടുതൽ റെസ്പെക്ട് ഉള്ളവർ അല്ലെങ്കിൽ പണക്കാരായവർ ഞങ്ങൾക്ക് പണം തരാനുണ്ട്. രണ്ടാമത്തെ നില എന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് അവര് ബുദ്ധിപരമായി കുറച്ചുകൂടെ ഇംപ്രൂവ് ആകാനുണ്ട്. ഏറ്റവും താഴെയുള്ളവരെ ഞങ്ങളുടെ പിന്നാലെ വരണം. ഇതായിരുന്നു അവരുടെ സ്ലോഗൻ. കാരണം അവർക്ക് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതരീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ എടുത്ത് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല ഈ ലാംഗ്വേജ് അവർ ഉപയോഗിച്ച ഭാഷ, നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ, റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വൃത്തിയായിട്ടും
സ്ഫുടമായിട്ട് മനസ്സിലാവും. ഈ പറയുന്ന ഹിസ്റ്ററി തന്നെ ഇംഗ്ലീഷിൽ പറയുന്നതിനെക്കാട്ടിലും മലയാളത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അതാണ് ഈ റീജിയണൽ ലാംഗ്വേജിന്റെ ബെനിഫിറ്റ്. മനസ്സിലാക്കുക, സാധാരണക്കാർക്ക് കൂടെ നല്ലപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതാണ് അർത്ഥം. അപ്പൊ ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജും ഈ പൈറേറ്റ് അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അവരുടെ ഭാഷ തന്നെയായിരുന്നു. ചാങ് എന്ന് പറയുന്ന ഒഫീഷ്യൽ ഭാഷയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പ്രെഡിങ് കൂടുതലായി. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഹോങ്ങിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ദൈവവിശ്വാസികൾ എന്ന് പറയാം, ഗോഡ് വർഷിപ്പേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ. ഇങ്ങനെ ഈ ഹോങ് എന്ന് പറയുന്ന ലീഡർ ജനിച്ചത് ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു കർഷക കുടുംബത്തിലാണ്. കർഷക കുടുംബത്തിൽ കഴിഞ്ഞ ശേഷം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയും അതിനുശേഷം എനിക്ക് 10 അധികാരത്തിൽ കയറണം എന്നുള്ള ഒരു മോഹം ഉണ്ടാകുകയും അങ്ങേര് പഠിച്ച് പാസ്സായി 15 പ്രാവശ്യം ലെവലില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലവിധ എക്സാമിനേഷൻസ് ഉണ്ട് ചൈനയില്. അതായത് ഓരോ സ്ഥാനത്തിലേക്ക് നമ്മളുടെ IAS എക്സാമിനേഷൻ മാതിരി ഓരോ സ്ഥാനാധിപത്യം കിട്ടാൻ പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾ എഴുതുന്ന 15 പ്രാവശ്യം എഴുതും. 15 പ്രാവശ്യം എഴുതി കഴിഞ്ഞതിന് ശേഷം കൂടെ കിട്ടുന്നില്ല. അപ്പൊ ഓരോ പ്രാവശ്യം തോറ്റു പോകുമ്പോഴും ഹോങ് വന്ന് പിന്മാറുന്നില്ല. കാരണം ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും അടുത്ത പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വീര്യത്തോടാണ്. ടീച്ചറാണ് ബേസിക്കലി, കർഷക കുടുംബത്തിൽ ജനിച്ച ടീച്ചറാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും പ്രൊട്ടസ്റ്റന്റ് മിഷനറി ആയിട്ട്, ആദ്യത്തെ പ്രാവശ്യം പ്രൊട്ടസ്റ്റന്റ് മിഷനറി ആയിട്ട് പരിചയപ്പെടുകയും അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ അറിവുകൾ സമ്പാദിക്കും സെക്കൻഡ് മിഷനറിയില്. അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഡിപ്രഷനിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോൾ ഹോങ് വന്ന ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു. ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ കഴിയുമ്പോഴത്തേക്കും എന്താ മനസ്സിൽ തോന്നും, എന്നേക്ക് ഇത് ദൈവം തന്നിട്ടുള്ള ഒരു ചാൻസ് ആണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹാലുസിനേഷൻ എന്ന് പറയും അതിന്. നമ്മൾ ഡിപ്രഷനിലാകുമ്പോൾ നമ്മൾ പലതും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തതൊക്കെ ഒരു സ്വപ്നം മാതിരിയോ ഹാലുസിനേഷൻ കാണും. അപ്പോൾ ഹോങ് പറയുന്നു, ഞാൻ കണ്ട മെസ്സേജ് ഒക്കെ യേശുക്രിസ്തുവിന്റെ അനിയനാണ് ഞാൻ. അതായത് യേശുക്രിസ്തു മാതിരി ഞാനും ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള തോന്നല്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിനെയൊക്കെ ഒരു അറ്റാക്ക് വരുന്നത് ഈ കൺഫ്യൂഷ്യാനിസം ഫ്യൂഡൽ ലോർഡ്സിനാണ്. അപ്പൊ അവര് പറയും ഇതൊക്കെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഭ്രമമാണ്, മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹോങ്ങിന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുകയും അതിൽ കൂടെ പല വിധത്തിലുള്ള ആൾക്കാരെ കൺവേർട്ട് ചെയ്തെടുക്കുകയും, പർട്ടിക്കുലർ ഏറ്റവും കൂടുതലായിട്ട് അങ്ങേരുടെ പിന്നാലെ പോയത് കർഷകരാണ്, മൈനേഴ്സ് ആണ്, അതായത് മൈനിൽ വർക്ക് ചെയ്യുന്നവരാണ്, ചാർക്കോൾ വർഷിപ്പേഴ്സ് ആണ്. ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗോഡ് വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ ബൈ ഹാങ് ഹൂയി എന്ന് പറയും. അപ്പൊ ഇതിന് ഈ സൊസൈറ്റി ഉണ്ടാക്കി, ആ സൊസൈറ്റി ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഗവൺമെന്റിനെ ചാലഞ്ച് ചെയ്യുന്നു. അതാണ് ആ സംഭവം. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഹോങ് പറയും ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്നു, പോയട്രി വഴി എഴുതുന്നു. അതായത് തൻ്റെ മനസ്സിലുള്ള റെവല്യൂഷണറി ഐഡിയാസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സാൽവേഷൻ, മുക്തി കിട്ടണം, അല്ലെങ്കിൽ ലോകത്തിനെ പറ്റി അറിയണം, അവേക്കനിങ് വേണം, അല്ലെങ്കിൽ അജ്ഞത മാറ്റി അറിവുണ്ടാക്കണം, നമ്മളുടെ അധികാരങ്ങൾ, നമ്മളെ പറ്റി നമ്മൾ ലോകം മുഴുവൻ അറിയിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിളായിട്ടും പോയട്രി ആയിട്ടും എഴുതി സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. ആ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവര് ഫ്യൂഡൽ ലോർഡ്സിനെ അറ്റാക്ക് ചെയ്യും. ഫ്യൂഡൽ ലോർഡ്സിനെ അറ്റാക്ക് ചെയ്ത വെച്ചാൽ സ്ഥാനാധിപതി, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റും ഈ സ്ഥലത്തിലുള്ള പ്രധാന നമ്മുടെ ഈ നക്സലൈറ്റ്സിന്റെ ഒക്കെ ഫീലിങ്സ് ഒക്കെ അങ്ങനെയാണ്. അതായത് കമ്മ്യൂണിസം അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കമ്മ്യൂണിസ്റ്റ് ഫീലിങ്സ് ആണ് വരുന്നത്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പുത്രന്മാരാണ്, അപ്പൊ എല്ലാവർക്കും ഒരേ മാതിരി അനുഭവിക്കണം, എല്ലാവരും ഒരേ മാതിരി പോകണം എന്നുള്ള ആ സിസ്റ്റമാണ്. അങ്ങനെ വന്ന് ഇവിടെ എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും സൂപ്പർ നാച്ചുറൽ പവർ എന്നുള്ള
സുപ്പീരിയർ സിസ്റ്റത്തിൽ കൂടെ പോകണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മനസ്സിൽ ഉള്ള തെറ്റിനെ മാറ്റുക. നോർത്ത് വെസ്റ്റ് എല്ലാം ഒരേ മാതിരി നോക്കുക. സൂര്യ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഒരേ മാതിരി നോക്കുക. ദൈവത്തിന്റെ സന്തതികളാണ് ഡ്രാഗണും ടൈഗറും എല്ലാം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഈ വർഷിപ്പേഴ്സ് ഇവരുടെ ആക്ടിവിറ്റീസ് കൂടുതലായിട്ടും മിലിറ്ററി ലെവലിലേക്ക് കൊണ്ടുവരികയും സെമി മിലിറ്ററി ഫാഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ സെമി മിലിറ്ററി ഫാഷൻ വഴി വന്നിട്ട് അവർ ജിസ്യൂട്ടായിട്ട് ഓരോ ഓർഗനൈസേഷൻ വഴിയും ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ക്ലാഷസ് ഉണ്ടാവും. ആർമിയായിട്ടും ഗോഡ് വർഷിപ്പേഴ്സ് ആയിട്ടുമുള്ള ഈ ട്രൂപ്പുമായിട്ടുള്ള ഫൈറ്റ് വരികയും ഫോർമൽ ഡിക്ലറേഷൻ 1851 ജനുവരി 11 കിങ്ഡം ഓഫ് പീസ്, സമാധാനപരമായ ഒരു രാജ്യം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ രാജാവിന്റെ ലെവലിലേക്ക് ഈ ഹോങ്ങിനെ കൊണ്ടുപോവുകയും അവിടെ വിശ്വാസമാണ് ഇതിനൊക്കെ കാര്യം. നമുക്ക് വിശ്വാസം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ തായ്പേയിങ് അപ്രൈസിങ് കൊണ്ടുവരാണ്, അതായത് വിപ്ലവമാണ്. ഈ വിപ്ലവത്തിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ മനുഷ്യർക്ക് വളരെ എല്ലാവർക്കും ഒരേമാതിരി ജീവിക്കാനുള്ള വിപ്ലവങ്ങൾ കൊണ്ടുവരുന്നു. ഇതിന്റെ തായ്പേയിങ്ങിന്റെ ജയം ഹോങ് ടൗൺ എന്നുള്ള സ്ഥലത്ത് 37,000 ആൾക്കാരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. മഞ്ജു ഡൈനാസ്റ്റിന്റെ അടുത്തും അവർ നിൽക്കുന്ന ട്രഡീഷനായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു പുതിയൊരു പവർ അല്ലെങ്കിൽ പുതിയൊരു ഡൈനാസ്റ്റിനെ കൊണ്ടുവരിക. പഴയ ലക്കി ഡേയ്സ് അതൊക്കെ മാറ്റി പുതുതായിട്ട് കൊണ്ടുവരിക. അങ്ങനെ അവർ ബ്രേക്ക് ഔട്ട് ചെയ്യും. ഈ വിപ്ലവം 6 മാസം കൊണ്ട് വലുതായിട്ട് വളരുകയും അവിടെ തായ്പേയിങ് റെബല്യൻ വളരെ പ്രോവിൻസ് ആയിട്ട് കൂടി ഹാങ്ടിസി റിവർ സെൻട്രൽ ചൈന വരെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് തായ്പേയിങ് ഓർഗനൈസേഷൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അവർ ഫോളോ ചെയ്യുന്നത്. കമ്പൈൻഡ് ആയിട്ടുള്ള സിവിൽ ആൻഡ് മിലിറ്ററി സ്ട്രക്ചർ കൊണ്ടുവരുന്നു. അതിനുശേഷം അവർ എക്സാമ്പിൾ പഴയ ആൾക്കാർക്കൊക്കെ പഴയ വിധത്തിലുള്ള ആയുധങ്ങൾ കൊടുക്കുക, ഈവൻ ബാമ്പ് കൊടുക്കുക, പിന്നെ സ്ത്രീകളെ കയറ്റുക, ലാൻഡ് റവന്യൂ സിസ്റ്റം മാറ്റുക. ഇതൊക്കെ ചെയ്ത് ലാൻഡും എല്ലാവർക്കും ഒരേ വിധത്തിൽ ഭാഗിച്ചു കൊടുക്കുക. ഒരുമിച്ച് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി, ഒരുമിച്ച് താമസിക്കുക, എന്നിട്ട് ചെയ്യുക. അവനവന്റെ ജനനം അനുസരിച്ച് അവിടെ ലാൻഡ് പൊസിഷൻ. സ്ത്രീകളെയും അവരുടെ സൊസൈറ്റിയിൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. തായ്പേയിങ് റെബല്യനിൽ അതിലും സ്ത്രീകൾ വരുന്നുണ്ട്. അത് ഹോങ്ങിന്റെ സിസ്റ്റർ തന്നെയാണ് അതിന്റെ കമാൻഡറായിട്ട് വരുന്നത്. ഇത് കൂടാണ്ട് അവര് ഒരു വിധത്തിലുള്ള സ്ത്രീകളുടെ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് പഴയ പ്രാക്ടീസുകളൊക്കെ നിർത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് കൂടാണ്ട് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് ഹാൻഡിക്രാഫ്റ്റും ട്രേഡും ഒക്കെ അവര് വലിയ കാര്യമായിട്ട് മാറ്റിയെടുക്കുകയും കമേഴ്സ്യലൈറ്റ്സ് അബോളിഷ് ചെയ്ത് ട്രേഡൊക്കെ മാറ്റിക്കൊണ്ടെന്ന് അവര് എല്ലാം പർച്ചേസ് ചെയ്യാനുള്ള വിധത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഫ്രീ മാർക്കറ്റ് എന്നുള്ളത് അവിടെ മാറ്റി എല്ലാം സോൾഡ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ലൈസൻസ് വേണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പല വിധത്തിലുള്ള തായ്പേയിങ് മൂവ്മെന്റിന്റെ എലിമെന്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൽ കാണുകയും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയാ അതിന്റെ ഒരു വിശ്വാസം കിട്ടുന്നത്. ഇത് എന്തുകൊണ്ട് നശിച്ചു പോയി എന്ന് നോക്കിയാൽ നശിച്ചു പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞത് ഇവരെ ഈ ക്വിങ് ഗവൺമെന്റ് ക്രഷ് ചെയ്ത് അടിച്ചമർത്താനുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടിച്ചമർത്താനുള്ള എഫേർട്ട് എടുത്തു. കൺട്രിയുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും അവരെ ക്രഷ് ചെയ്ത് തായ്പേയിങ്ങിനെ ഗവൺമെന്റ് എടുക്കുകയാണ്. ഈ 1851 ഒഫീഷ്യലായിട്ട് സെങ് ഗുവാൻ എന്ന് പറയും, ഇങ്ങനെ മാറ്റിയെടുക്കണം, പുതിയ മിലിറ്ററി ഫോഴ്സ് കൊണ്ടുവരുന്നു, സെങ് റോയൽറ്റി കൊണ്ടുവരുന്നു. അങ്ങനെ അവരെ അടിച്ചമർത്തി അവരെ മാറ്റിയെടുത്ത് തായ്പേയിങ് ട്രൂപ്പിനെ മുഴുവനും അടിച്ചമർത്തുകയും 1856 അത് അടിച്ചമർത്തപ്പെടുന്നു. ഇതിനുശേഷം വെസ്റ്റേൺ പവേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ പാശ്ചാത്യ രൂപങ്ങളുമായിട്ടുള്ള ഈ ടെൻഷൻസും ക്വിങ് ഗവൺമെന്റ് നിർത്തി മാറ്റിയെടുക്കുകയും കൂടുതലായിട്ട് അവർ
പാശ്ചാത്യരെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ മോഡേണൈസേഷൻ എന്നുള്ള ആ പ്രോസസ്സ് കൊണ്ടുവന്ന് അവിടുത്തെ ഇനീഷ്യൽ പ്രോബ്ലംസ്, തായ്പിങ്ങിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ പ്രോബ്ലംസ് മാറ്റിയെടുക്കുകയും അതിനുശേഷം അവര് ഹോങ് തന്നെ റിലീജിയസ് ലീഡറായിട്ടുള്ള ഡിഫീറ്റ് ചെയ്ത് അവരെ സ്ഥാപിച്ചെടുത്ത് അവരുടെ ഗവൺമെന്റിലെ തായ്പാങ് ലീഡർഷിപ്പിനെ കൊണ്ടുവന്നിട്ട് അവര് കൂടുതലായിട്ട് ഫെയിലിയർ മാറ്റി ഒന്ന് അടിച്ചമർത്തി, അല്ലെങ്കിൽ നാഷണലിസം വരുന്നു. ആ സമയത്ത് നമ്മൾ കാണുന്നത് സന്യാറ്റ്സൻ എന്നുള്ള ഒരു ലീഡറിന്റെ അവതാരവും കാണുന്നു. നന്ദി, നമസ്കാരം.